ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. കൃഷ്ണായനത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, അവതരണം കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കേൾക്കുമ്പോൾ ആദ്യം തന്നെ ലൈക്ക് കൂടി ചെയ്യുക. പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കഥയെക്കുറിച്ച് അഭിപ്രായപ്പെടുത്തുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അരിഷ്ടാസുരവധം. വ്രജഭൂമിയിലെ നന്ദനോദ്യാനമായ വൃന്ദാവനത്തിൽ തൻ്റെ ശത്രു വളരുന്ന വിവരം കംസന് ഏതാണ്ട് ബോധ്യമായി. നന്ദഗോപനും വൃഷഭാനുവും സൈന്യശേഖരണം നടത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് കംസൻ മന്ത്രിമാരെ ഏൽപ്പിച്ചു. വൃന്ദാവനത്തിൽ കംസചാരന്മാരുടെ സമൂഹം തന്നെ ഉണ്ടായിരുന്നു. അന്നന്ന് സംഭവിക്കുന്നവ നിമിഷത്തിനുള്ളിൽ തന്നെ കംസന്റെ ശ്രവണപഥത്തിൽ വന്നുകൊണ്ടിരുന്നു. എല്ലാം ആ കാലിച്ചെറുക്കനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെ കംസൻ അതിശയിച്ചു. ഗോവർദ്ധനോദ്ധാരണം മധുരേശനെ ഭയപ്പെടുത്താതിരുന്നില്ല. ഒരു പർവ്വതം അടർത്തിയെടുത്ത് 7 ദിവസത്തോളം കുടയായി നിർത്തുക, ആയിരക്കണക്കിന് ഗോപന്മാരെയും ധേനുക്കളെയും അതിനുള്ളിൽ നിർത്തി സംരക്ഷിക്കുക, രത്നക്കല്ലുകൾ കൊണ്ട് പ്രകാശം നൽകുക, സൂര്യനും ചന്ദ്രനും ഓച്ചാനിച്ചു പോവുക, 7 ദിവസം രാപ്പകൽ വർഷം തുടർന്നിട്ടും ആപത്തൊന്നും വരാതിരിക്കുക. സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇത്? ചാരന്മാരുടെ വാക്കുകൾ അതിശയോക്തി കലർന്നതാണ്. അവരുടെ പദങ്ങൾക്കിടയിൽ ഇടകലർന്നു കിടക്കുന്ന അർത്ഥത്തിൻ്റെ നിജസ്ഥിതി അറിയുക എളുപ്പമല്ല. വൃന്ദാവനത്തിൽ നിന്നും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അവ ജനിപ്പിക്കുന്ന ഭയം വലുതാണ്. യമുനയിൽ മുങ്ങിച്ചത്ത നന്ദഗോപനെ കണ്ണൻ പുനർജനിപ്പിച്ചു എന്ന വാർത്ത അവിശ്വസനീയവും ഭയകരവുമാണ്. ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യം. പക്ഷേ സംഭവത്തിൻ്റെ ആദ്യ പകുതി ശരിയാവാം, രണ്ടാം പകുതി എങ്ങനെ വിശ്വസിക്കും? എന്തായാലും ഈ കേട്ടതുപോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ആ ഇടയച്ചെറുക്കനെങ്കിൽ അവൻ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യരൂപമാകാം. അവനയുടെ കണ്ടകത്വം മാറ്റുവാൻ എത്തിയതുമാകാം. കംസന്റെ ചിന്ത സാത്വിക ഭാവത്തിലേക്ക് പകർന്നു. പാലാഴിയിൽ പള്ളികൊള്ളും പള്ളിബാണ പെരുമാളുടെ പരിശോഭ കലർന്ന വദനാംബുജത്തിലേക്ക് കംസന്റെ മനസ്സ് പറന്നടുത്തു. അനന്തശായിയിൽ അലിഞ്ഞു ചേരുവാൻ ആ മനസ്സ് വെമ്പി. എല്ലാം കാണി നേരം കൊണ്ട് കഴിഞ്ഞു. ഭൗതിക ജീവിതത്തിലേക്ക് മനം കുതിച്ചെത്തി. കാലിച്ചെറുക്കനെ വധിച്ച് അധികാരം നിലനിർത്തണമെന്ന് കംസൻ ഉറച്ചു. മധുരയുടെ ഭരണം വിട്ടുകൊടുക്കുവാനോ? അതൊരിക്കലും കഴിയുന്ന കാര്യമല്ല. മധുരമായ ജീവിതവും അഭിലാഷങ്ങൾക്ക് അർത്ഥം നൽകുന്ന ജീവിതസഖികളും മറ്റെവിടെ ലഭിക്കുവാനാണ്? കംസൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ കാക്കയും വന്നു പനമ്പഴവും വീണെന്നു പറഞ്ഞതുപോലെ കംസന്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ അരിഷ്ടൻ അവിടെ എത്തി. മധുരേശന്റെ മ്ലാനവദനം കണ്ട് അരിഷ്ടൻ പറഞ്ഞു, മധുരയുടെ പ്രിയങ്കരനായ രാജാവേ, അവിടുത്തെ മനസ്സിലുള്ളതെന്തെന്ന് വായിച്ചറിഞ്ഞാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ പൊതുശത്രുവായ ആ കാലിച്ചെറുക്കൻ പർവ്വതം കുടയാക്കി പോലും, യമുനയിൽ വീണ് ചത്ത പിതാവിനെ പുനർജനിപ്പിച്ചു പോലും. അതിശയമായിരിക്കുന്നു. ആ ചെറുക്കനെ ഒന്ന് നേരിൽ കാണുവാൻ ഞാൻ പോവുകയാണ്. എനിക്ക് ഭയമില്ല. കേവല രൂപനായ അവനെ തീർത്തും തകർത്തേ ഞാൻ വരികയുള്ളൂ. ഇതാ വൃന്ദാവനത്തിലേക്ക് ഞാൻ യാത്രയായി.
പൂർണ്ണ സന്തോഷത്തോടെ കംസൻ അരിഷ്ടാസുരന് അനുഗ്രഹം നൽകി. എങ്ങനെയായാലും അവനെ നശിപ്പിച്ചേ മടങ്ങി വരാവൂ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കംസന്റെ അനുഗ്രഹം ശിരസാ വഹിച്ച അരിഷ്ടാസുരൻ ആകാശത്തിലൂടെ യമുനാ തടത്തിലെത്തി. ബാലഗോപാലനും ഗോപാലബാലന്മാരും കാലിക്കൂട്ടങ്ങളും യമുനയുടെ സൈകതത്തിൽ വന്നു ചേർന്നു. ധേനുക്കൾ തണുത്ത ജലം പാനം ചെയ്ത് തളിരിളം പുല്ലുള്ള സ്ഥലം നോക്കി മേയുവാൻ തുടങ്ങി. കണ്ണനും കൂട്ടുകാരും കണ്ണുകെട്ടി കളിച്ചു. എവിടെയും ശാന്തത തെളിഞ്ഞു നിന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ഭീകരനായ ഒരു കാള ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ നിന്നും പൊടി പറത്തി വന്നു. ചുരമാന്തിയും കൊമ്പുകുലുക്കിയും വാലുയർത്തിയും അമറിയും കാള പശുക്കളെ കുത്തിമലർത്തുവാൻ നോക്കി. ഗോപന്മാർ ഭീകരമായ ആ കാഴ്ച കണ്ടു. കാളയുടെ വരവിൽ ഭയന്ന് പശുക്കൾ നാലുപാടും ഓടി. ഗോപന്മാരെ ഓടിച്ചും ഗുരപതന ധൂളിയാൽ അന്തരീക്ഷം ചുവപ്പിച്ചും കാള ഉയർന്നു ചാടി. ഗോപികമാരും ഗോപന്മാരും നാലുപാടും ചിതറി. നീല നിറത്തിലുള്ള കാളയുടെ വെള്ളപ്പൂഞ്ഞ് തിര പോലെ തുള്ളിക്കളിച്ചു. ഗോപന്മാരും ബാലികമാരും ഭയന്നു വിറച്ചു. അരിഷ്ടാസുരൻ കാളയുടെ വേഷം ധരിച്ച് വരുന്നത് ദാമോദരൻ മനക്കണ്ണുകൊണ്ടറിഞ്ഞു. കാളയോ കണ്ണനെ തെരഞ്ഞു കണ്ടെത്തി. കേശവന്റെ സമീപത്തേക്ക് പാഞ്ഞു വന്നു. ഭഗവാൻ പൊടുന്നനെ കാളയുടെ കൊമ്പുകളിൽ ചാടിപ്പിടിച്ചു. ഊക്കോടെ അതിനെ തള്ളി. കാള പുറകോട്ട് ചെന്ന് പുറം കുത്തി വീണു. എത്ര കരണം മറിഞ്ഞു പോയെന്നറിയില്ല. പുറകോട്ട് ഇത്ര വേഗം മറിഞ്ഞു പോകുമെന്ന് അസുരനും കരുതിയില്ല. ഒരു മല വന്നിടിക്കും പോലെയാണ് തോന്നിയത്. ഒരു കൊച്ചുകുട്ടിക്ക് ഇത്ര ബലമോ? എന്തായാലും ഒരു വട്ടം കൂടെ ശ്രമിക്കുക തന്നെ. അരിഷ്ടാസുരൻ വളരെ ശക്തിയോടെ ഒറ്റ കുതിപ്പിന് കണ്ണന്റെ സമീപത്തെത്തി. കേശവൻ പെട്ടെന്ന് പുറകോട്ട് മാറി. കാള പുറംതിരിഞ്ഞ് വന്നതും കണ്ണൻ അതിൻ്റെ വാലിൽ പിടിച്ചതും ഒന്നിച്ചു കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യമേ കണ്ണൻ പുറകോട്ട് വലിച്ചുള്ളൂ. വാൽ മുറിഞ്ഞു പോകുന്ന തോന്നലുണ്ടായി രാക്ഷസന്. അരിഷ്ടാസുരൻ വെട്ടിത്തിരിയും മുമ്പ് കണ്ണൻ കാളയെ പൊക്കി തലയ്ക്ക് ചുറ്റും ബാലന്മാർ വടിവീശുന്ന ലാഘവത്തോടെ കറക്കി. 6-7 പ്രാവശ്യം വട്ടം ചുഴറ്റിയിട്ട് നിറഞ്ഞ മൺകുടം താഴേക്കിടും പോലെ കണ്ണൻ കാളയെ മസ്തകം കുത്തി താഴേക്ക് വലിച്ചെറിഞ്ഞു. ആ വീഴ്ചയിൽ അരിഷ്ടാസുരൻ തകർന്നു എങ്കിലും മരിച്ചില്ല. അവൻ ചാടി എഴുന്നേറ്റു. കണ്ണന്റെ നേർക്ക് വീണ്ടും ചെന്നു. കണ്ണൻ കാളയുടെ കൊമ്പിൽ പിടിച്ചു. തല ഭൂമിയിൽ മുട്ടിച്ചു. കഴുത്ത് ചവിട്ടി പിഴുതുമാറ്റുവാൻ നോക്കിയപ്പോൾ അവിടെ കാളയെ കണ്ടില്ല. അരിഷ്ടാസുരനെയും കണ്ടില്ല. തേജോമയനായ ഒരു പൂണുനൂൽധാരി അവിടെ നിൽക്കുന്നു. ബ്രാഹ്മണൻ കണ്ണന്റെ പാദങ്ങളെ നമസ്കരിച്ചു. കേശവൻ ആ പുരുഷനെ എഴുന്നേൽപ്പിച്ചു. അവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, കണ്ണാ, ഗോപകുമാര, എൻ്റെ ശാപം കഴിഞ്ഞു. എനിക്ക് സത്യലോകത്തിലേക്ക് പോകുവാൻ വരം തന്നാലും. ബൃഹസ്പതിയുടെ അടുത്തിരുന്ന് വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരിയായിരുന്നു ഞാൻ. ഒരിക്കൽ ഗുരു വന്നപ്പോൾ ഞാൻ ആചരിച്ചില്ല, സാഷ്ടാംഗം നമസ്കരിച്ചില്ല. കാളയുടെ മാതിരി നിന്നതേയുള്ളൂ. ഗുരുനിന്നയാണ് ഞാൻ ആചരിച്ചത്. അതിൻ്റെ ഫലവും ഞാൻ അനുഭവിച്ചു. ബൃഹസ്പതി എന്നെ ശപിച്ചു. നീ ഒരു കാളയായി തീരട്ടെ എന്നായിരുന്നു ശാപം. ഭഗവാന്റെ സ്പർശത്താൽ പൂർവ്വരൂപം ലഭിക്കുമെന്ന് ഗുരു അന്നേ അനുഗ്രഹിച്ചിരുന്നു. കാളയുടെ രൂപമാർന്ന ഞാൻ കംസന്റെ കൊട്ടാരത്തിലെത്തി അവനോടൊപ്പം ദിഗ്വിജയത്തിൽ പങ്കുചേർന്നു. എന്നെ വധിക്കുവാൻ ആർക്കുമായില്ല. രാക്ഷസരൂപവും കാളയുടെ ആകൃതിയും ഒരേ സമയം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. ജനങ്ങളെ ദ്രോഹിച്ചും മധുരേശന് കൂട്ടുനിന്ന് ജീവികളെ ഉപദ്രവിച്ചും ദിവസങ്ങൾ കഴിച്ചു. അങ്ങയുടെ സ്പർശത്താൽ ഇന്ന് മോക്ഷവും ലഭിച്ചു. സത്യലോകത്തേക്ക് പോകുവാൻ എന്നെ അനുവദിച്ചാലും. ദാമോദരൻ ബ്രാഹ്മണകുമാരന് യാത്രാനുമതി നൽകി. കാളയുടെ രൂപം മാറ്റിയ അരിഷ്ടാസുരൻ ബ്രഹ്മചാരിയായ ബ്രാഹ്മണകുമാരനായി സത്യലോകത്തേക്ക് പോവുകയും ചെയ്തു.
അടുത്ത കഥ വ്യോമാസുരവധം. ദിഗ്വിജയത്തിൽ തന്നോടൊപ്പം നിന്ന അരിഷ്ടാസുരനെ കംസൻ അറിയാം. ശക്തിമാൻ, മായാവി, മനസ്സുള്ളവൻ. ഇടയച്ചെറുക്കനെ വധിക്കുവാൻ അവൻ ധാരാളം മതിയാകും. ആ വിവരം അറിയുവാൻ മധുരേശൻ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും വൃന്ദാവനത്തിൽ നിന്നും ചാരന്മാരെത്തി. കംസൻ അറിയാതെ ചോദിച്ചു, അരിഷ്ടൻ ആ കാലിച്ചെറുക്കനെ വധിച്ചുവല്ലേ? നല്ല വാർത്തയാണ് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചാരന്മാർ പരുങ്ങി നിന്ന് പറഞ്ഞു, പ്രഭോ, അങ്ങ് ക്ഷമിക്കണം, മറിച്ചാണ് സംഭവിച്ചത്. വൃന്ദാവനത്തിൽ വെച്ച് അരിഷ്ടൻ മരണം വരിച്ചു. കാളയുടെ രൂപത്തിലെത്തിയ അദ്ദേഹത്തെ അവർ കൊന്നു. കഷണമാക്കി ഗോപന്മാർ ചുടുന്നു. അത് കണ്ടിട്ടാണ് ഞങ്ങൾ... മതി, നിർത്തുവിൻ, നിങ്ങൾക്ക് പോകാം. ഹതമായ ആശയും കോപവും കംസനിൽ നുരഞ്ഞുയർന്നു. വ്യോമാസുരൻ ഉടനെ എത്തുവാൻ കംസന് ആജ്ഞ കൊടുത്തു. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, വ്യോമാസുരൻ എത്തി. കംസൻ അരുളി, വ്യോമാ, നിന്റെ സുഹൃത്തും എൻ്റെ വിശ്വസ്തനുമായ അരിഷ്ടൻ വൃന്ദാവനത്തിൽ വെച്ച് മരണമടഞ്ഞു. ഗോപന്മാർ അവനെ തുണ്ടമാക്കി ദഹിപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വൃന്ദാവനത്തിൽ വളരുന്ന ഒരു കറുത്ത ചെറുക്കനാണെന്ന് ചാരന്മാർ പറയുന്നു. നിഷ്പ്രയാസം നമുക്കവനെ കൊല്ലാവുന്നതേയുള്ളൂ. യുദ്ധമുറകൾ പോലും പഠിക്കുവാൻ അവന് പ്രായമായിട്ടില്ല. അവൻ്റെ വളർച്ച മധുരയ്ക്ക് ഭീഷണിയാണ്. എങ്ങനെയും ആ ധൂമകേതുവിനെ ഇല്ലാതാക്കണം. എന്നാൽ വ്രജഭൂമിയിലുള്ളവർ തെറ്റിദ്ധരിക്കുകയുമരുത്. മധുരയുടെ ധാന്യ അറയാണ് വ്രജഭൂമി. ഇന്ന് നമുക്ക് അവരെ ആശ്രയിക്കാതെ കഴിയുവാൻ ആവുകയില്ല. അതുകൊണ്ട് സൂത്രത്തിൽ ആ കാർക്കോടകനെ കൊല്ലണം. ബുദ്ധിയിലും ശക്തിയിലും മുന്തിയവനാണ് നീ. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് നീ ആ ഇടയച്ചെറുക്കനെ വധിക്കണം. കംസന്റെ വാക്കുകൾ തേൻതുള്ളികളായി അസുരനിൽ വർഷിച്ചു. അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, പ്രഭോ, ഒരു പ്രയാസം അവശേഷിക്കുന്നു. കേവലം കാലിമേയ്ക്കുന്ന ഒരു ചെറുക്കനെ വധിക്കുവാൻ എന്നെപ്പോലുള്ള ഒരുവൻ പോകേണ്ടി വരുന്നല്ലോ. എന്നാലും അങ്ങയുടെ വാക്കനുസരിച്ച് ഞാൻ പോകാം. കംസന്റെ നിർദ്ദേശമനുസരിച്ച് വ്യോമാസുരൻ വൃന്ദാവനത്തിലെത്തി. മനോഹരമായ വൃന്ദാവനം അസുരന് ആനന്ദം ജനിപ്പിച്ചു. അതാ വരുന്നു ഒരു പശുക്കൂട്ടം. അസുരൻ ശ്രദ്ധിച്ചു. കൊതിച്ചു പാഞ്ഞു വരുന്ന ധേനുക്കൂട്ടത്തിന് പിന്നിൽ ഗോപന്മാരുണ്ട്. ചിരിച്ചും ചാടിയും ആംഗ്യങ്ങൾ കാട്ടി എന്തോ പറഞ്ഞും ആർപ്പു വിളിച്ചും അവർ വരുകയാണ്. അവരുടെ മധ്യഭാഗത്തായി ഒരു കറുത്ത കുട്ടിയുമുണ്ട്. മെലിഞ്ഞവൻ, പീതാംബരം ധരിച്ചവൻ, നെറുകയിൽ തൂവലായി പീലി വെച്ചവൻ. അവനായിരിക്കും കംസനെ ഭയപ്പെടുത്തുന്നത്. ഇവനെ കൊല്ലുവാനാണോ ഇത്ര പ്രയാസം? വ്യോമാസുരൻ ഇങ്ങനെ ചിന്തിച്ച് ഒരു ഗോപബാലനായി ഇടയരുടെ ഇടയിൽ കടന്നു. ആരും അസുരനെ തിരിച്ചറിഞ്ഞില്ല. ധേനുക്കളെ മേയുവാൻ വിട്ട കുട്ടികൾ കളിക്കുവാൻ തുടങ്ങി. വ്യോമൻ ഗോപന്മാരെ ഒന്നൊന്നായി നയത്തിൽ കൊണ്ടുപോയി പർവ്വതത്തിലെ ഒരു ഗുഹയിൽ അടച്ചു. നിമിഷത്തിനുള്ളിൽ ഗോപന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ സുഹൃത്തുക്കൾ അവസാനിക്കുന്നുവെന്ന് കണ്ട കണ്ണൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴേക്കും എല്ലാ ഗോപന്മാരെയും വ്യോമാസുരൻ ഗുഹയിലാക്കിയിരുന്നു. ഒറ്റയ്ക്ക് കണ്ണനെ വനത്തിൽ നിർത്തി കൊല്ലുകയായിരുന്നു രാക്ഷസന്റെ ഉദ്ദേശം. വ്യോമാസുരനെ നേരിടുവാൻ തന്നെ കണ്ണൻ ഒരുങ്ങി. ഗോപബാലന്റെ വേഷത്തിൽ വരുന്ന അസുരനെ കണ്ണൻ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു. പ്രഹരമേറ്റ് നിജരൂപം ധരിച്ച അസുരൻ മലർന്നു വീണു. എന്തായിരുന്നു തൻ്റെ ശരീരത്തിൽ പതിച്ചത്? ഗോവർദ്ധനമോ, ഹിമാലയമോ, അതോ ദേവലോകമോ? അത്ര ഭയങ്കര ആഘാതമായിരുന്നു ശരീരത്തിൽ നിപതിച്ചത്. വ്യോമൻ ചാടി എഴുന്നേറ്റു. വ്രജസമാനമായ ഒരു പ്രഹരം തൊണ്ടക്കുഴിയിലേറ്റതോടെ വ്യോമാസുരൻ മരിച്ചു. ആ അസുരന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന ഒരു തേജസ് കണ്ണനിൽ ലയിച്ചു. ദേവന്മാർ പുഷ്പവർഷം ചെയ്തു. ആകാശത്ത് ജയാജയരവം മുഴങ്ങി. ഗുഹയിലകപ്പെട്ട ഗോപബാലന്മാർ ബഹളം വെച്ചു. അവർ കണ്ണനെ വിളിച്ചു കേണു. കണ്ണൻ ഓടിയെത്തി ഗുഹാമുഖത്തിലെ കല്ലു നീക്കി
ഗുഹയിലേക്ക് വെളിച്ചം വന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ കുട്ടികൾ പരുങ്ങി. ചിലർ കരഞ്ഞു, ചിലർ കണ്ണനെ ആലിംഗനം ചെയ്തു. വ്യോമാസുരന്റെ അലർച്ചയും ബഹളവും വൃന്ദാവനത്തിൽ കേട്ടിരുന്നു. ഗോപന്മാർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരികയായിരുന്നു. കണ്ണൻ കുട്ടികളെയും കൂട്ടി വ്യോമൻ കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നെടുത്തു. അസുരന്റെ മല പോലെയുള്ള ശരീരം അവർ കണ്ടു. കൈകൾ ഇരുവശത്തേക്കുമിട്ട് അപ്പോഴും ഉൽഗളിക്കുന്ന രക്തധാരയിൽ മന്നിടം ചുവപ്പിച്ച് ഇകിറുകൾ പുറത്തു ചാടിക്കിടക്കുന്ന വ്യോമാസുരൻ ഭീഷണവേഷം തന്നെയായിരുന്നു. ആരായിരുന്നു ഈ അസുരൻ? ദിവസങ്ങൾക്ക് ശേഷം ഗർഗൻ തന്നെയാണ് ആ കഥ നന്ദഗോപാദികളെ ധരിപ്പിച്ചത്. ദാനശീലനായ ഒരു രാജാവായിരുന്നു ഭഗീരഥൻ. കാശി ആസ്ഥാനമാക്കി അദ്ദേഹം രാജ്യഭാരം നടത്തി. വിഷ്ണുഭക്തിയിൽ സർവ്വതും മറന്ന് ഭഗീരഥൻ മലയാചലത്തിൽ പോയി തപസ് അനുഷ്ഠിച്ചു. അനേകം വർഷങ്ങൾ കടന്നുപോയി. രാജർഷിയായ ഭഗീരഥൻ കാനനങ്ങൾക്ക് കാന്തി നൽകി വസിച്ചു. ഇക്കാലത്ത് ഒരു ദിവസം പുലസ്ത്യ മഹർഷി തൻ്റെ ശിഷ്യരും ഒന്നിച്ച് ഭഗീരഥന്റെ ആശ്രമത്തിലെത്തി. പുലസ്ത്യരെ കണ്ടിട്ടും ഭഗീരഥൻ എഴുന്നേൽക്കുകയോ നമസ്കരിക്കുകയോ ചെയ്തില്ല. അഭിമാനം അഹത്തെ വർദ്ധിപ്പിച്ചതുകൊണ്ടായിരിക്കും ഭഗീരഥൻ പുലസ്ത്യനെ ബഹുമാനിക്കാതിരുന്നത്. ഇത് മനസ്സിലാക്കിയ മഹർഷി ഭഗീരഥനെ ശപിച്ചു. ഏതു മനുഷ്യനെയും അവഗണിക്കുവാൻ പാടില്ല. ആരും ആരിൽ നിന്നും ഭിന്നരല്ല. ഭവനത്തിലെത്തിയാൽ ആരെയും ബഹുമാനിക്കണം. അവിടെ വലിപ്പ ചെറുപ്പമരുത്. നീ എന്നെ ബഹുമാനിച്ചില്ല, നിന്ദിക്കുകയും ചെയ്തു. അസുരന്മാരുടെ സ്വഭാവമാണത്. അഹങ്കാരിയായ നീ അതുകൊണ്ട് അസുരനായി ഭവിക്കട്ടെ. ഭഗീരഥൻ ജാത്യാഭിമാനം നീങ്ങി ശുദ്ധനായി. ശാപമോക്ഷത്തിന് മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആനന്ദചിത്തനായ ഋഷി പറഞ്ഞു, സത്യമറിഞ്ഞതിനാൽ നീ താമസിയാതെ സ്വസ്ഥനാകും. ദ്വാപരാന്തത്തിൽ വ്രജമണ്ഡലത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഹസ്തത്താൽ നിനക്ക് മൃതി ഭവിക്കും. അന്ന് നിന്റെ അസുരത്വം പോയി നിനക്ക് അമരത്വം ഉണ്ടാകും. ഭഗീരഥൻ അസുരനായി, മയന്റെ സന്തതിയായി, വ്യോമാസുരനായി, കംസന്റെ സഖാവായി, ജനദ്രോഹിയായി മധുരയിൽ വസിച്ചു. കണ്ണന്റെ കരം കൊണ്ട് അവൻ സ്വരൂപം പ്രാപിച്ചു. അമരനായി നിർജ്ജന ലോകത്തിൽ എത്തുകയും ചെയ്തു. ഗർഗാചാര്യന്റെ കഥ കേട്ട് നന്ദഗോപാദികൾ ആനന്ദചിത്തരായി. കണ്ണൻ തങ്ങളുടെ ഉദ്ധാരകൻ തന്നെ എന്ന് വൃന്ദാവനവാസികൾ തീരുമാനിച്ചു. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഭാഗവുമായി അടുത്ത ദിവസം എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് പ്ലീസ്.